ഹലോ പ്രിയമുള്ളവരെ, മാലയോഗത്തിൻ്റെ 62-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കവിതയുടെ മുഖം പരിഭവം കൊണ്ട് ചുവന്നു. അത് കാണേ ഭരതൻ്റെ മുഖം മങ്ങി. അവനുള്ളിലെ ദുഃഖം കടിച്ചമർത്തി അവളുടെ കവിളുകൾ തൻ്റെ കൈക്കുമ്പിളിലെടുത്തു. നീ ഇങ്ങനെയൊന്നും പറയരുത് കവിതേ. ഉണ്ണിമായ്ക്ക് വരാൻ കഴിയാത്ത വല്ല സാഹചര്യമാണെങ്കിലോ? എന്ത് സാഹചര്യം? ഒന്നുമല്ല. അവൾക്ക് നല്ല ജീവിതവും ഭർത്താവിനെയൊക്കെ കിട്ടിയപ്പോൾ എന്നെ മറന്നു. നിറഞ്ഞു വരുന്ന മിഴികൾ അവൾ വാശിയോടെ തുടച്ചു. പെണ്ണുങ്ങളുടെ ദേശീയ സ്വഭാവമായ കുശുമ്പുണ്ടല്ലോ, അതെൻ്റെ പെണ്ണിന് വേണ്ട, കേട്ടല്ലോ. അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞതും കവിത മിഴികൾ താഴ്ത്തി. സൂക്ഷിച്ചിരിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും മേഘനേട്ടത്തിയോട് പറഞ്ഞാൽ മതി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നോക്കിയിട്ട് വരികയെ? എന്ത് നോക്കിയിട്ട് വരാമെന്ന്? ഭരതൻ അവളുടെ തോളിലും കവിളിലും തട്ടി യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നതും നാക്കിൽ നിന്ന് പോയ വാക്കിനെ പിടിച്ചു നിൽക്കുകയാണ് ഒരുവൾ. കണ്ണിറുക്കി നാക്കി കടിച്ച് നിൽക്കുന്നവൻ്റെ മുമ്പിൽ അവൾ ചെന്ന് നിന്നു. എൻ്റെ പെണ്ണെ, എറണാകുളത്തെ എല്ലാ സ്കൂൾ മേധാവികൾ ചേർന്നൊരു ഉന്നതതല മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് മീറ്റിങ്ങിൻ്റെ അജണ്ട. അവിടെ എന്തൊക്കെ ചർച്ചയ്ക്ക് ഉന്നയിക്കുമെന്ന് നോക്കിയിട്ട് വരാം. ശ്വാസം വിടാതെ ഭരതൻ പറഞ്ഞു തീർത്തു. വേഗം വരില്ലേ? അവൾ മുഖത്തൊരു നാണത്തോടെ വയറൊഴിഞ്ഞു. അതോടെ അവൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് ഉറപ്പായി. രാവിലെ നഴ്സ് കൊണ്ടുകൊടുത്ത വാക്കർ തള്ളിക്കൊണ്ടുവന്ന് വിഘ്നേഷ് ഉണ്ണിമായി കിടക്കുന്ന ബെഡിൻ്റെ അരികിൽ കൊണ്ടുവച്ചു. രാവിലെ 6 മണിക്ക് 2 തെറാപ്പി നഴ്സുമാർ വന്ന് ഉണ്ണിമായുടെ കൈകൾ ശക്തിപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ചെയ്തു പോയതാണ്. ഇന്ന് തൊട്ട് നടന്ന് പരിശീലിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കമായിട്ടാണ് വാക്കർ കൊണ്ടുവച്ചത്. അവളെ നടത്തി പരിശീലനം നൽകാൻ തെറാപ്പി സ്പെഷ്യലിസ്റ്റുകളെ അയക്കാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും വിഘ്നേഷ് അത് തടഞ്ഞു. ഉണ്ണിമായ്ക്ക് ഈ ലോകത്തെ ഏറ്റവും കംഫർട്ടബിൾ തൻ്റെ അടുക്കലാണെന്നും പറഞ്ഞ് അവളെ നടത്തിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് വിഘ്നേഷ് ഇപ്പോൾ. ഉണ്ണിമായുടെ 2 കൈകളിലും വിഘ്നേഷ് പിടിച്ചതും നടുവിൽ മുറുകെ കെട്ടിയ ബെൽറ്റിൽ ഒന്ന് തൊട്ട് അവൾ അവൻ്റെ കൈകളിൽ ബലം കൊടുത്ത് എഴുന്നേറ്റിരുന്നു. ഉണ്ണിമായ വിക്കിക്ക് ജനിച്ച കുഞ്ഞാണെന്നും 1 വയസ്സ് തികഞ്ഞ ഉണ്ണിയെ അച്ഛൻ നടത്തം പഠിപ്പിക്കുകയാണെന്നും വിഘ്നേഷ് ചിരിയോടെ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളും ചിരിച്ചു, പൊഴിയാൻ വെമ്പി നിന്ന മിഴിനീർ കണത്തെ പൊഴിച്ചുകൊണ്ട്. വിഘ്നേഷിൻ്റെ നെഞ്ചോട് അമർത്തി ചേർത്തു അവളെ എഴുന്നേറ്റ് നിർത്തിയതും അവൻ്റെ നെഞ്ചൊന്നാളി. അവശയായ ആ പെൺമിഴികൾ അവൻ്റെ മിഴികളിൽ കോർത്തു നിന്നു. രാവിലെ അവൻ പിന്നിക്കെട്ടിയ ആ മുടിയിൽ പതിയെ ഒന്ന് തഴുകി. ഒന്ന് പിടക്കാൻ പോലും കഴിയാതെ അവളുടെ ദേഹം വിറച്ചു. കുതറിയോടാൻ മനസ്സ് ആഗ്രഹിച്ചെങ്കിലും കാൽവിരലുകൾ മാത്രം അനങ്ങി. അവളുടെ മാറിടത്തെ അവൻ്റെ നെഞ്ചോട് അമർത്തി പിടിച്ചു. ആ ചുണ്ടിൽ ഒരു മുത്തം നൽകിയിട്ട് പോലും ഉണ്ണിമായ അനങ്ങിയില്ല. അനങ്ങാൻ കഴിയാതെ നിസ്സഹായതയോടെ നിൽക്കുന്ന അവളുടെ കവിളിലും നെറ്റിയിലും അവൻ തുടരെ തുടരെ ചുംബിച്ചതും ഉള്ളിലെ അമർഷം ഒടുങ്ങാതെ അവളുടെ നെറ്റി കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ശക്തിയായി ഇടിച്ചു. നൊന്തെങ്കിലും വാശി തീർക്കും കണക്കെ അവൻ വീണ്ടും ആ ചുണ്ടുകൾ നാക്കുകൊണ്ട് നുണയാൻ തുനിഞ്ഞതും ഉണ്ണിമായ അവൻ്റെ ചുണ്ടിൽ മുറുകെ കടിച്ചു. ചുണ്ടിൽ നിന്നും പൊഴിഞ്ഞ ചോര അവളുടെ ചുണ്ടിലും പകർത്തി ഉണ്ണിമായ അവനെ തീക്ഷ്ണതയോടെ നോക്കി. എടി യക്ഷി, നീ അവസരം മുതലാക്കുകയാണല്ലേ? ചുണ്ട് പുറത്തേക്കൊന്ന് വലിച്ചു മുറിവ് നോക്കിക്കൊണ്ട് വിഘ്നേഷ് വേദനയോടെ പറഞ്ഞു. ആരാ അവസരം മുതലാക്കിയത്? ഇനിയും പകപ്പ് മാറാതെ നിൽക്കുന്നവളിൽ അവന് ഭീതി തോന്നി. അത് ഞാൻ. അവൻ കണ്ണൊന്നിറുക്കി. എനിക്ക് നിന്നെ തിന്നണം പെണ്ണേ, കൊതിയാവുക. നാക്ക് വെളിയിലേക്ക് തള്ളി അവളുടെ കവിളിൽ തഴുകിക്കൊണ്ടവൻ രഹസ്യമായി നേർത്ത നിശ്വാസത്തോടെ വിഘ്നേഷ് അവളുടെ കാതിൽ മൊഴിഞ്ഞു. അവനെ പിറകിലേക്ക് തള്ളി മാറ്റി അവൾ വീണ്ടും ബെഡിലിരുന്നു. അയ്യോ, അത് പറ്റില്ല. ഒരു 10 അടിയെങ്കിലും ഇന്ന് നടന്നേ പറ്റൂ. അവൻ വാക്കർ വീണ്ടും അവളുടെ അരികിൽ കൊണ്ടുവച്ചു. 10 അടി തന്നെയാ? അതെൻ്റെ കൈകൊണ്ട് വിക്കിയേട്ടൻ്റെ ചെകിടത്താകുമെന്ന് മാത്രം. ഉണ്ണിമായുടെ കവിൾ വീർത്തു വീർത്തു ഇപ്പോൾ പൊട്ടുമെന്നായി. ആയിക്കോട്ടെ, ഉണ്ണിമായുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയാലും എനിക്ക് സുഖ. അവൻ ദീർഘമായി ശ്വസിച്ചു അവൾക്കരികിലിരുന്നു. ചുണ്ടിലെ മുറിവ് കൈ വെച്ച് നോക്കി വേദന അളക്കുന്നവനെ അവൾ സംശയ ദൃഷ്ടിയോടെ നോക്കി. ഇതിനാണല്ലേ ഡോക്ടർ പറഞ്ഞ നഴ്സുമാരെ പറഞ്ഞയച്ചത്? എടി, നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ വലവളയുമാണ് ഉമ്മ വെച്ചതെന്ന്. വിഘ്നേഷ് ചാടി എഴുന്നേറ്റ് 2 കൈയും കെട്ടി നിന്നു. തല താഴ്ത്തിയിരിക്കുന്നവളെ നോക്കി പുരുക ഉയർത്തി.
ഇവിടുത്തെ സുന്ദരികളായ നഴ്സ് പെൺകുട്ടികൾക്ക് എന്നൊരു നോട്ടമൊക്കെ ഉണ്ട്. വല്ലാതെ മസിൽ പിടിച്ചാലേ ഞാൻ അതിൽ ഏതെണ്ണത്തിനെയും കൂടെ അങ്ങ് പോവും. അവളുടെ മുഖത്ത് സ്വാർത്ഥതയുടെ കണിക പോലും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ഉരുക്ക് പെണ്ണ് തന്നെ, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്താ, സുന്ദരികളെ തിരയാൻ പോകുകയാണോ? മുറിയുടെ വാതിൽ തുറന്ന് വെളിയിൽ പോകുന്നവനെ നോക്കി അവൾ ഉറക്കെ ചോദിച്ചു. മറ്റാരെങ്കിലും അത് കേട്ട് കാണുമോ എന്ന ശങ്കയിൽ അവൻ ചുറ്റുമൊന്ന് പരതി വേഗം മുറിയിലേക്ക് തന്നെ ഓടിക്കയറി. അവൻ്റെ ഭാവവും ഓട്ടവും കണ്ട് ഉള്ളിൽ ഊറിയ ചിരി അവൾ ചുണ്ടിൽ ഒളിപ്പിച്ചു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളവരെ കാണാൻ പോകും. ഉണ്ണിമായ്ക്ക് അതിലെന്താ ഛേദം? ഇപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട്. അവനും ആഗ്രഹിക്കുന്നുണ്ട് അവളിൽ നിന്നുള്ള കുഞ്ഞു പിടിവാശികൾ. ഒരു ഭാര്യ ഭർത്താവിൽ കാണിക്കുന്ന അധികാരം, സ്നേഹം എല്ലാം അവൻ്റെ സ്വപ്നങ്ങൾ മാത്രമായി മാറുന്ന എന്ന ചിന്ത അവനെ ഭ്രാന്തനാക്കുന്നു. എനിക്കെന്ത് ചേന്തം? അവൾ ചുമലൊന്നു കൂച്ചി. എന്നാ മിണ്ടരുത്. അവനൊന്ന് കുനിഞ്ഞു നിന്നു. കൈകൾ ശബ്ദത്തോടടിച്ചു കൈകൂപ്പി അവളെ തൊഴുതിട്ട് നിന്നു. വീണ്ടും മുറിക്ക് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയവൻ ഭരതൻ അവരുടെ മുറി ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ട് വീണ്ടും അങ്ങോട്ട് തന്നെ കയറി. അപ്പോൾ സുന്ദരി? ഷർട്ട് നേരെയിട്ട് തല താഴ്ത്തി ഓടിപ്പിടിച്ചു വരുന്നവനെ എരികേറ്റാൻ എന്നോണം ഉണ്ണിമായ ചോദിച്ചു. അതിന് മറുപടി പറയും മുമ്പേ ഭരതൻ മുറിയിലേക്ക് വന്നതും ഉണ്ണിമായ ഒന്ന് ഞെട്ടിയിരുന്നു. ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. ഭരതൻ അകത്തേക്ക് കയറിയതും ഇനിയും ആ വാതിലിലേക്ക് പ്രതീക്ഷയോടെ മിഴിനട്ട് നിൽക്കുന്നവളോടായി ഭരതൻ പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് കവർ അവൻ ആ മേശമുകളിൽ വെച്ചു. കവിതയ്ക്ക് എന്നോട് ദേഷ്യമാകും അല്ലേ? ഏറെ നൊമ്പരത്തോടെ അവളത് പറയുമ്പോൾ വിഘ്നേഷ് ഭരതനെ നോക്കി. ഭരതൻ അവളുടെ ആ ഇരിപ്പൊന്ന് വീക്ഷിച്ച് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? കിന്നരിപ്രാവുകളല്ലായിരുന്നോ? സൗഹൃദം അങ്ങനെ തന്നെയാ. പരസ്പരം കാണാതിരിക്കുമ്പോൾ ഹൃദയം നോവും. പിന്നെയും കാണാതിരിക്കുമ്പോൾ അത് വാശിയായി പകയായി പരിണമിക്കും. വിരലുകൾ തമ്മിൽ കോർത്തു വിങ്ങുന്ന അധരങ്ങൾ കടിച്ചു പിടിച്ചു ഭരതൻ പറയുന്ന വാക്കുകൾ കേട്ട് തല താഴ്ത്തിയിരുന്നു ഉണ്ണിമായ. ഇപ്പോഴത്തെ പിണക്കത്തിന് കാരണം ഞാനാണ് കേട്ടോ. ഉണ്ണിമായ്ക്കുണ്ടായ അപകടത്തെക്കുറിച്ച് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് അവളോട് അതേക്കുറിച്ച് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അറിഞ്ഞാൽ ഏത് അനാരോഗ്യ അവസ്ഥയിലും അവളെൻ്റെ കൂടെ ഉണ്ണിമായെ കാണാൻ വന്നിട്ടുണ്ടാകും. നെഞ്ചൊന്ന് തടവി പറയുന്നവൻ്റെ അരികിലേക്ക് വിഘ്നേഷ് വന്നു. അറിയിക്കാനാകുമെന്ന് വിചാരിച്ചതല്ല. ഭരതൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞും പോയി. വിഘ്നേഷ് പെരടിയിൽ കൈ വെച്ച് നിന്നു. നിങ്ങളുടെ ആരുടെയും ഒരു അന്വേഷണമില്ലെന്ന് കവിത തുടരെ തുടരെ പറയാൻ തുടങ്ങിയപ്പോഴാ എൻ്റെ ഉള്ളിലും ആദി കയറിയത്. സംശയിച്ചു നിൽക്കേണ്ട എന്ന് കരുതി വിഘ്നേഷിനെ വിളിച്ചപ്പോഴാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അവളോട് ഒരു കള്ളവും ഇറക്കി നേരെ ഇങ്ങോട്ട് പോന്നു. മുറിയുടെ മൂലയിലുള്ള ജനലിൽ ഭരതൻ ചാരി നിന്നു. അവൻ്റെ കാര്യം എന്തായി? കവിതയെ തനിച്ചാക്കി ഭരതനെ വരുത്തിയതിലുള്ള നീരസം ഉണ്ണിമായുടെ ഒളിമിഴികളിൽ നിന്ന് ഒപ്പിയെടുക്കുന്നതിനിടയിൽ ഭരതൻ്റെ ചോദ്യം കേട്ട് ഇരുവരും ഒരുപോലെ ഞെട്ടി. വിഷ്ണുവിൻ്റെ അവൻ എപ്പോഴാ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയത്? അറിയില്ല ഭരത. ഉണ്ണിമായെ ഉപദ്രവിക്കുന്ന അവൻ്റെ മുഖം എനിക്ക് മറക്കാൻ കഴിയില്ല. എന്തായാലും ഇനി അവൻ അടുത്ത കാലത്തൊന്നും പുറലോകം കാണില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വിഘ്നേഷ് പല്ല് ഞെരിച്ചു കട്ടിൽ കമ്പിയിൽ മുറുകെ പിടിച്ചു. ആരുടെയും മുഖത്ത് നോക്കാതെ ഉണ്ണിമായ തല കുമ്പിട്ടങ്ങനെ ഇരുന്നു. താൻ കാരണം ജീവിതം പ്രതിസന്ധിയിലായ 2 പുരുഷന്മാർ അവൾക്ക് പിറകിൽ നിൽക്കുന്നത് അവളെ കൂടുതൽ അസ്വസ്ഥതയാക്കി. ഡോക്ടർ എന്താ പറഞ്ഞത്? ഏറെ നേരത്തെ മൗനം ഭേദിച്ച് ഭരതൻ തിരക്കി. ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ഫിനിഷാ. ഇനി ദിവസേനയുള്ള ഫിസിയോതെറാപ്പിയിലൂടെ പഴയ ഉണ്ണിമായെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആത്മവിശ്വാസത്തോടെ അവളെ നെഞ്ചോട് ചേർത്തൊന്ന് കുലുക്കി വിഘ്നേഷ്. അന്ന് കുന്നുമണി ഗ്രാമത്തിൽ നിന്ന് കണ്ടുപിരിഞ്ഞ വിഘ്നേഷ് അല്ല ആ നിൽക്കുന്നതെന്ന് ഭരതന് തോന്നിപ്പോയി. അത്രക്കുണ്ട് വിഘ്നേഷിലെ മാറ്റങ്ങൾ. ഏറെ നേരം പുഞ്ചിരിക്കുന്ന, വാതോരാതെ സംസാരിക്കുന്ന, ആർക്കും പ്രിയം തോന്നുന്ന വിഘ്നേഷായി മാറിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു മായാജാലേ. വിഘ്നേഷിൻ്റെയും ഭരതൻ്റെയും നേതൃത്വത്തിൽ ഉണ്ണിമായ വോക്കറിൻ്റെ സഹായത്തോടെ നടക്കാനിറങ്ങി. 15 മിനിറ്റോളം അവളെ നടത്തിയതിന് ശേഷം മൂവരും റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ക്യാൻറ്റീനിൽ വന്നിരുന്നു. തെറാപ്പി കൃത്യമായി ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കണം. ജീവിതത്തിൽ എന്നും നന്മ വരാൻ 2 പേർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളെൻ്റെ കവിതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സ്നേഹം നിറഞ്ഞ ഭർത്താവിൻ്റെ നോവിൽ തീർത്ത ഒരു കണ്ണുനീര് തുള്ളി ആ കവളിലൂടെ ഒലിച്ചു മരിച്ചു വീഴുന്നത് ഉണ്ണിമായും വിഘ്നേഷും മറ്റേതോ ലോകത്തിരുന്ന് കാണുന്ന പോലെ ഞെട്ടലോടെ നോക്കിയിരുന്നു. അളിയോ,
നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഞാനും എൻ്റെ കെട്ടിയോളും വരും, തീർച്ച. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങാൻ നേരം വിഘ്നേഷ് ഭരതൻ്റെ കവിളിൽ തട്ടി വാരിപ്പുണർന്നു. ആഴ്ചകൾ അങ്ങനെ പുസ്തകത്താളുകൾ മറിക്കും വിധം കടന്നുപോയി. ഉണ്ണിമായുടെ ഫിസിയോതെറാപ്പിയും മറ്റ് ചികിത്സകളുമായി വിഘ്നേഷും ഉണ്ണിമായും ഹോസ്പിറ്റലിൽ തുടർന്നു. സുബ്ബലക്ഷ്മിക്ക് കൂട്ടായി വെങ്കിടിയും ഭാഗ്യയും വീട്ടിലുണ്ട്. ഇടയ്ക്കിടെ അവർക്കുള്ള ഭക്ഷണവും ഉണ്ണിമായ്ക്ക് പ്രിയപ്പെട്ട ഉണ്ണിയപ്പവുമായി ഒക്കെ ഉണ്ടാക്കി സുബ്ബലക്ഷ്മിയും വെങ്കിടിയും ഭാഗ്യവും ശാലിനി മോളെ കൂട്ടി വരും. അന്ന് അവർക്ക് വലിയ സന്തോഷമാണ്. ജീവിച്ച് കൊതി തീരാത്തതുപോലെ ഉണ്ണിമായ കുറേ നേരം ശാലിനി മോൾക്കൊപ്പം ഇരുന്ന് വർത്താനം പറയും. ആശുപത്രി അന്തരീക്ഷത്തിൽ നിന്ന് മാറിയാൽ ഉണ്ണിമായ്ക്ക് ഏറെ ആശ്വാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ സുബ്ബലക്ഷ്മി അവരെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചെങ്കിലും വിഘ്നേഷ് അത് നിരസിച്ചു. അവനും മാത്രമായ ലോകത്തിൽ തളിർക്കുന്ന പുൽനാമ്പുകൾ അവരുടെ ജീവിതത്തിലേക്ക് വഴി തെളിക്കുമെന്നവൻ പ്രതീക്ഷിച്ചു, ആശിച്ചു. വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ ഉണ്ണിമായ ഇപ്പോൾ സ്വയം നടക്കും. റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ മുറ്റത്ത് നിർമ്മിച്ച അതിമനോഹരമായ പൂന്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള വഴിയിലൂടെ നടന്നവൾ തൊട്ടടുത്തുള്ള സിമൻറ്റ് ബെഞ്ചിൽ വന്നിരുന്നു. ഓരോ പുലരിയും ഓരോ പ്രതീക്ഷകളായിരുന്നു. പർപ്പിൾ നിറത്തിലുള്ള ഒരു കൂട്ടം പൂക്കളെ തഴുകി അവൾ ഇരുന്നു. കയ്യിലൊരു പത്രം പിടിച്ചു വരുന്ന വിഘ്നേഷിനെ അവൾ മിഴികളിൽ നിറച്ചു. ഇന്ന് എന്താ സുന്ദരികളെ തേടി അലഞ്ഞില്ലേ? തനിക്കരികിൽ വന്നിരുന്നവനെ തോളുകൊണ്ടിടിച്ചു വീഴ്ത്താൻ നോക്കി. അവൻ അപ്പോഴും മൗനമായി തല താഴ്ത്തിയിരുന്നു. എന്താ വിക്കേട്ടാ? അവൻ്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ, ആ മൗനം എല്ലാം കണ്ട് ഉണ്ണിമായ്ക്ക് ആദിയായി. അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുന്ന വേളയിൽ തന്നെ അവൻ ആ തലക്കെട്ട് അവൾക്ക് നേരെ കാണിച്ചു. തടവുകാരൻ ജയിൽ ചാടി രക്ഷപ്പെടുന്നതിനിടെ കാറിടിച്ചു മരിച്ചു. ആ തലക്കെട്ടിന് താഴെ കാണുന്നത് വിഷ്ണുവിൻ്റെ ചിത്രമാണെന്ന് മനസ്സിലാക്കാൻ ഉണ്ണിമായ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. വിറക്കുന്ന കരങ്ങളോടെ പിടിച്ച ആ പത്രം അവൾ വേഗം അവനെ തിരിച്ചേൽപ്പിച്ചു. പുരികക്കൊടികൾ വിറച്ചു. ദേഹവും മനസ്സും ഒരുപോലെ എന്തിനെന്നില്ലാതെ തളർന്നു. ഒരു നാട് മുഴുവൻ പിഴച്ചവളെന്ന് മുദ്ര കുത്തി തന്നെ വെറുപ്പോടെ നോക്കാൻ കാരണക്കാരനായവൻ, തൻ്റെ അമ്മയെ നഷ്ടപ്പെടാനും ജീവിതം ഒരു തീരാ ഒഴുക്കിലേക്ക് തള്ളപ്പെടാനും കാരണമായവൻ, തൻ്റെ ജീവന് തന്നെ ഭീഷണിയാവാൻ ഇനി ഈ ഭൂമിയിലില്ല. ദീർഘമായി ഒന്ന് നിശ്വസിച്ച് ദൂരേക്ക് മിഴിനീരോടെ നോക്കിയിരിക്കുന്നവളുടെ തോളിൽ അവനൊന്ന് സ്പർശിച്ചു. വിഷ്ണു എന്നവന് കാലം കാത്തുവെച്ച കാവ്യനിധി. വിഘ്നേഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ അത് പറയുമ്പോൾ ഇത്രയേറെ കരുത്ത് അവൾ ഈ അനുഭവങ്ങളിൽ നിന്ന് സ്വായത്തമാക്കിയെന്നവൻ തിരിച്ചറിഞ്ഞു. എന്തിനാ അവൻ എന്നെ ചതിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് ചോദിച്ചു ആർത്തു കരയാൻ ഒരു വേള തോന്നിയെങ്കിലും എല്ലാം മിഴിനീരിൽ ഒഴുക്കിവിട്ടു. അവളുടെ അരികിലിരിക്കുന്ന നന്മയുള്ള മനുഷ്യൻ്റെ കരങ്ങൾ കവർന്നവൾ ആ തോളിൽ ചാഞ്ഞു. എന്നാൽ ഈ മനോഹര സായാഹ്നം വിട പറയും നേരം കുന്നിമണി ഗ്രാമത്തിൽ ഒരു കുഞ്ഞു വാവ ജന്മമെടുക്കുകയായിരുന്നു. തുടരും. ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷമുള്ള ദിവസങ്ങളായിക്കോട്ടെ അല്ലേ? എപ്പോഴും സങ്കടപ്പെടുന്നത് എങ്ങനെയാണ്? തൊണ്ടയും സൗണ്ടൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് നല്ലതെന്ന് ഞാനൊരു കമൻറ്റ് കണ്ടു കേട്ടോ. ഇപ്പോഴാണ് സൗണ്ട് ശരിയായതെന്ന്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. എല്ലാവരും അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കണം. 9 ഞാൻ റെക്കോർഡാക്കുന്നേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.